അസംബ്ലി സെഗ്മെന്റ് വൈസ് ഉള്ള അവലോകനത്തിൽ ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചാലക്കുടിയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളമായിരുന്നു. അതിനുമുമ്പ് തൊട്ടുള്ള തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ ഒന്നൊന്നായിട്ട് വടക്കോട്ടുള്ള യാത്രയാണ്. ഈ 2024 ഇലക്ഷൻ്റെ ചാലക്കുടിയുടെ പ്രത്യേകത അവിടെ ഒരു ചതുഷ്കോണ മത്സരത്തിൻ്റെ സാധ്യതകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സിറ്റിംഗ് MP ബെന്നി ബെഹനാൻ, പ്രതിപക്ഷത്തിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥ് CPIM, ഒരു BJPയുടെ KM ഉണ്ണികൃഷ്ണൻ, 2020 അവിടെയുണ്ട്. ചാർലി പോൾ 2020 എറണാകുളം ലോക്സഭയിലും ചാലക്കുടി ലോക്സഭയിലും മത്സരിക്കുന്നു എന്നത് പ്രധാനമാണ്. കാരണം അവർ അസംബ്ലി സെഗ്മെൻറ്റുകളിൽ അവർക്ക് സ്വാധീനമുണ്ട്. ചാലക്കുടിയുടെ അസംബ്ലി സെഗ്മെൻറ്റിൽ പെടുന്ന 2-3 മണ്ഡലങ്ങളിൽ, അതുപോലെ എറണാകുളത്തെ 2-3 മണ്ഡലങ്ങളിൽ, കിഴക്കമ്പലത്തോട് ചേർന്ന് നടക്കുന്ന ആ ഒരു മേഖലയിൽ അവർക്ക് സ്വാധീനമുണ്ട്. അതിന് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് സത്യത്തിൽ ചാലക്കുടി. അല്ലാതൊരു LDF UDF ഒരു ഡയറക്റ്റ് ഫൈറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ആമുഖമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ 2019 ബെന്നി ബെഹനാൻ നല്ല ഭൂരിപക്ഷത്തിനാണ് ഇന്നസെന്റിനെ സിറ്റിംഗ് MP തോൽപ്പിച്ചത്. അതായത് 1,32,000 പരം വോട്ടിനാണ് ബെന്നി ബെഹനാൻ ഇന്നസെന്റിനെ തോൽപ്പിച്ചത്. നടൻ ഇന്നസെന്റ് അന്ന് ബെന്നിക്ക് 47.81% വോട്ടും ഇന്നസെന്റിന് 34.45% വോട്ടുമാണ് കിട്ടിയത്. വലിയൊരു അന്തരമുണ്ട്. അതായത് 13% വോട്ടിൻ്റെ അന്തരത്തിലാണ്, ഭൂരിപക്ഷത്തിലാണ് മാർജിൻ നോക്കുമ്പോൾ ബെന്നി ജയിച്ചത്. ഇന്നസെന്റ് 2014 ജയിച്ചത് 13,884 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അവിടുന്നാണ് ബെന്നി ഇന്നസെന്റിനെ തോൽപ്പിച്ചിട്ട് 1,30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ചാലക്കുടിയിൽ ജയിക്കുന്നത്. അതൊരു വലിയ ഭൂരിപക്ഷമാണ്, നമ്മൾ ചെറുതായിട്ട് കണ്ടുകൂടാ. അപ്പോൾ ഇവിടെ ഈ അസംബ്ലി സെഗ്മെന്റുകളിൽ 2021 ഒരു തെരഞ്ഞെടുപ്പിൽ അവർ 2 മണ്ഡലങ്ങളിൽ അവർ മത്സരിച്ചു. അവരവിടെ 55,000 വോട്ട് നേടിയിട്ടുണ്ട് 2 മണ്ഡലങ്ങളിൽ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പറയാം. അപ്പോൾ ഇത്തവണ അവർ ആ 55,000 വോട്ടിൽ നിന്ന് അവരുടെ സ്വാധീന മേഖലയിൽ അവർ 1,00,000 വോട്ട് നേടുകയാണെങ്കിൽ അവർ BJP നന്നായിട്ടൊരു മുൻ തവണത്തേക്കാൾ മുൻപ് അവർ 1.5 ലക്ഷത്തിൽ പരം വോട്ടാണ് 2019 നേടിയത്. അത് 2 ലക്ഷത്തിലധികം വർദ്ധിപ്പിച്ചാൽ, അതുപോലെ 2020 1,00,000 വോട്ട് നേടിയാൽ 3 ലക്ഷം വോട്ട് അങ്ങനെ മാറുമ്പോൾ അവിടെ ചാലക്കുടിയുടെ ചിത്രം മാറാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ആദ്യമേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അസംബ്ലി സെഗ്മെന്റിലേക്ക് വരാം. UDFന് മേൽക്കൈയുള്ള അസംബ്ലി മണ്ഡലങ്ങളാണ് ചാലക്കുടിയിലുള്ളത്. കാരണം ചാലക്കുടി എറണാകുളം പോലെ ഒരു UDFന്റെ സ്വാധീന മേഖലയാണ് പരമ്പരാഗതമായിട്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മണ്ഡലങ്ങൾ പറഞ്ഞാൽ, അസംബ്ലി സെഗ്മെന്റ് പറഞ്ഞാൽ, ഒന്ന് കയ്പമംഗലം LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അസംബ്ലി ടൈസനാണ് അവിടുത്തെ CPIയുടെ MLA. അദ്ദേഹം കഴിഞ്ഞ തവണ 2021 20,000 പരം വോട്ടിനാണ് ജയിച്ചത്. അത് നല്ല ഭൂരിപക്ഷമാണ്. അവിടെ കോൺഗ്രസിന് 37% വോട്ടും ടൈസണ് 53% വോട്ടും കിട്ടി. അപ്പോൾ അത്രയും വലിയൊരു അന്തരം അവിടെ LDFന് മേൽക്കൈയുണ്ട്. കയ്പമംഗലത്ത് ശ്രീലാൽ BDJS അവിടെ മത്സരിച്ചത് NDA സഖ്യത്തിലെ BJP അല്ല, BDJS ശ്രീലാൽ, അദ്ദേഹം നേടിയത് വളരെ കുറച്ച് വോട്ടാണ്, വെറും 6.66%. അതായത് 9,000 പരം വോട്ടുകളാണ് BDJS NDA സഖ്യത്തിൽ അവിടെ നേടി. അപ്പോൾ BDJS അവിടെ ഒരു നിർണായക ശക്തിയല്ല ഇവിടെ കയ്പമംഗലം അസംബ്ലി സെഗ്മെന്റിൽ. നമ്മളിനി അടുത്ത ചാലക്കുടി അസംബ്ലി സീറ്റിലേക്ക് ഇടുക. അവിടെ പിന്നെ TJ സനീഷ് കുമാർ ജോസഫ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA, അദ്ദേഹം തോൽപ്പിച്ചത് ഡെന്നിസ് കെ ആന്റണി LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അതായത് ചെറിയൊരു ഭൂരിപക്ഷത്തിന്, അതായത് വെറും 1,057 വോട്ടിനാണ് ജോസഫ് ഡെന്നിസ് ആന്റണിയെ തോൽപ്പിക്കുന്നത്. അതായത് UDFന് 43.23% വോട്ടും LDFന് 42.43%, ഒരു ചെറിയ വ്യത്യാസം മാത്രം. അവിടെ BDJSന്റെ ഉണ്ണികൃഷ്ണൻ 12.9% വോട്ട് നേടി. അതായത് അത്രയും വോട്ട് നേടി എന്നുള്ളത് നിർണായകമാണ്. ഇവിടെ ചാലക്കുടിയിൽ BDJS സ്ഥാനാർത്ഥി, അതായത് BJP മുന്നണിയിൽ അത്രയും വോട്ട് നേടിയിട്ടുണ്ട്.
ഈ മണ്ഡലം ചാലക്കുടിയിൽ എന്തുകൊണ്ട് UDF ജയിച്ചിട്ടും ഭൂരിപക്ഷം വെറും 1000-ൽ പരം വോട്ടായിട്ട് ചുരുങ്ങിയത് എന്തുകൊണ്ട് നമ്മൾ വിലയിരുത്തണം? അതായത് ഈ മണ്ഡലത്തിൽ ചാലക്കുടി അസംബ്ലിയിൽ 2016 BD ദേവസി CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. 2011 BD ദേവസിയാണ് ജയിച്ചത്. അത് BD ദേവസി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജയിച്ചു എന്നുള്ളതാണ്. 2011 BD ദേവസി CPM-ന്റെ BD ദേവസി 25,000-ൽ പരം വോട്ടിനാണ് ജയിച്ചത്. അതേ BD ദേവസി 2016 26,000-ൽ പരം വോട്ടിന് ജയിച്ചു. 25,000 26,000 വർദ്ധിപ്പിച്ചു. അവിടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 1000-ൽ പരം വോട്ടിന് UDF ജയിച്ചത്. എന്ന് പറയുന്ന അർത്ഥം അത് UDF-ന്റെ ഒരു കോട്ടയായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കത്തില്ല. 2 തവണ LDF ജയിച്ചിടത്താണ് 3-ാം തവണ UDF ജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തവണ ആ വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് മാറ്റം വന്നിട്ട് LDF-ന് അനുകൂലമായിട്ട് ചാലക്കുടി അസംബ്ലി സെഗ്മെന്റ് മാറാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കയ്പമംഗലം പോലെ തന്നെ LDF-ന് അനുകൂലമായിട്ട് ചാലക്കുടി മാറിയേക്കാം സാധ്യതകളുണ്ട് വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ട്. 3 കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ LDF-ന്റെ കോട്ടയാണ്. LDF-ന്റെ VR സുനിൽകുമാർ CPI-യുടെ സിറ്റിംഗ് MLA ആണ്. അവിടെ വൻ ഭൂരിപക്ഷത്തിനാണ് സുനിൽകുമാർ ജയിച്ചത്. കോൺഗ്രസിന് 30% വോട്ടും സുനിൽകുമാറിന് 47% വോട്ടും കിട്ടിയെന്നുള്ളതാണ്. അവിടെ BJP സ്ഥാനാർത്ഥി സന്തോഷിന് കിട്ടിയത് 18% വോട്ടാണ്. ന്യായമായ BJPയുടെ ഒരു 15-ന് മുകളിലുള്ള പെർസെൻറ്റേജ് കിട്ടി. അപ്പോൾ BJPക്ക് അവിടെ അത്രയും വോട്ടുകളുണ്ട്. ഒരു 50,000 വരെ വോട്ടുകൾ പിടിക്കാവുന്ന വോട്ട് ബാങ്ക് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ BJPക്കുണ്ട്, അല്ലെങ്കിൽ NDAക്കുണ്ട് നമ്മൾ കരുതുക. പക്ഷേ അപ്പോഴും കൊടുങ്ങല്ലൂർ LDF-ന്റെ ഒരു തട്ടകമായിട്ട് തുടരും. ഇക്കുറി പാർലമെന്റ് ഇലക്ഷനിലും ചാലക്കുടിയിലെ LDF-ന്റെ ഒരു പ്രധാന ബാക്കപ്പ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരായിരിക്കും കാര്യം സംശയമില്ല. അപ്പൊ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ ഇവിടെ 3ഇടത്തും UDF-ന് ഒരു മേൽക്കൈ പറയാൻ പറ്റില്ല. ഇനി 4ാമത് വരുന്ന മണ്ഡലം നമുക്കറിയാം പെരുമ്പാവൂറാണ്. പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ UDF-ന്റെ അനുകൂല മണ്ഡലമാണ്, സംശയമില്ല. അവിടെ കോൺഗ്രസിന്റെ എൽദോസ് കുന്നപ്പള്ളി ജയിച്ചത് അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിനാണ്. 2000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കുന്നപ്പള്ളി ജയിച്ചത്. പിന്നെ കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പാണ് അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അവിടെ 2020 അവിടെ പിക്ചറിൽ വരുന്നു. അവിടെ ചിത്ര സുകുമാരൻ ഈ 2021 തിരഞ്ഞെടുപ്പിൽ 20,000-ൽ പരം വോട്ട് പിടിച്ചു ഒരു അസംബ്ലി മണ്ഡലത്തിൽ. അത് ചെറിയ സംഖ്യയല്ല, 14.24% വോട്ട് പിടിച്ചു. BJP അതിനും പിന്നിലായിപ്പോയി. 2020 പിടിച്ച വോട്ട് പോലും പെരുമ്പാവൂരിൽ BJPക്ക് പിടിക്കാൻ സാധിച്ചില്ല. BJPയുടെ സിന്ധുമോൾ നേടിയത് 10.50%, വെറും 15,135 വോട്ടുകൾ മാത്രമാണ്. അപ്പൊ 3,000-ന് വോട്ടുകൾക്കാണ് എൽദോസ് കുന്നപ്പള്ളി ജയിച്ചത്. അതുകൊണ്ട് UDF-ന്റെ ഒരു ഉറച്ച കോട്ടയെന്ന് പെരുമ്പാവൂരിനെ പറയാൻ പറ്റില്ലെങ്കിലും UDF-നോട് ഒരു മേൽക്കൈയുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കാം. ഇനി 5ാമത്തെ മണ്ഡലമാണ് അങ്കമാലി. അങ്കമാലിയിൽ റോജി M. ജോൺ 2ാം തവണയും സിറ്റിംഗ് MLA ആയിട്ട് അവിടെ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ ഇലക്ഷനിൽ 2021 16,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അങ്കമാലി അദ്ദേഹത്തിന്റെ ഒരു UDF-ന്റെ അനുകൂല, അതായത് റോജി M. ജോൺ എന്ന് പറയുന്ന MLA-യുടെ സ്വാധീന മേഖലയായിട്ട് അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മുൻ മന്ത്രിയും മുൻ സിറ്റിംഗ് MLA-യുമായ ജോസ് തെറ്റയിലിനെ തോൽപ്പിച്ചിട്ടാണ് റോജി M. ജോൺ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ജയിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. അവിടെ BJPയുടെ KV സാബു നേടിയത് 6.29% മാത്രം, ഏതാണ്ട് 8,600-ൽ പരം വോട്ടുകൾ. അപ്പോൾ BJP അങ്കമാലിയിൽ ഒരു നിർണായക ഘടകമേ അല്ല NDA. പ്രധാന മത്സരം റോജി M. ജോണും പിന്നെ ഇപ്പം ഈ അന്നത്തെ മത്സരം വരുന്നത് ഇപ്പം അത് UDF-ഉം LDF-ഉം തമ്മിലുള്ള പ്രധാന മത്സരമായിട്ടാണ് പാർലമെന്റിലേക്ക് അങ്കമാലി വരിക. ഇനി ആലുവയാണ് എടുക്കേണ്ടത്. ആലുവ ഒരു UDF-ന്റെ അനുകൂല മേഖലയാണ്. ഇപ്പം ഞങ്ങൾ ഈ പറഞ്ഞു വന്നപ്പോൾ പെരുമ്പാവൂരിൽ ചെറിയ എഡ്ജ് UDF-നുണ്ട്, അങ്കമാലിയിൽ നല്ല എഡ്ജ് UDF-നുണ്ട്, അനുകൂലമാണ്. അതുപോലെ ആലുവയിലും നല്ലൊരു എഡ്ജ് UDF-നുണ്ട്. ആലുവയിൽ അൻവർ സാദത്ത് UDF-ന്റെ സിറ്റിംഗ് MLA. അദ്ദേഹം 19,000 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത് 2021. എന്ന് പറയുന്നത് UDF-ന് അത്ര അനുകൂല മണ്ഡലമാണ്.
അവിടെ അന്ന് സാദത്ത് 49% വോട്ട് നേടിയപ്പോൾ ഷെൽന നിഷാദ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കിട്ടിയത് 36.44%. അവിടെ BJP 10% അപ്പുറം കടന്ന് ജസ്റ്റ് 10.57%, അതായത് 15,000-ൽ പരം വോട്ടുകൾ. അപ്പോൾ ഇക്കുറി BJP കൂടി വന്ന 25,000 വോട്ട് പിടിക്കുമെന്ന് പറയും ആ മണ്ഡലത്തിൽ നിന്ന്. പിന്നെ KS രാധാകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടാവുന്ന, പിന്നെ ഉണ്ണികൃഷ്ണൻ കിട്ടാവുന്ന വോട്ടെന്ന് പറയുന്നത് ഒരു 25,000 കൂട്ടിക്കും മാക്സിമം. ആലുവയിൽ കിട്ടാവുന്നതാണ് NDAയുടെ ഇതായിട്ട്. പക്ഷെ അവിടെ UDF അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്. ഇതാണ് 7 മണ്ഡലങ്ങളിൽ. പിന്നെ 6ാമത്തെ സ്വഭാവം 7 കുന്നത്തുനാടാണ്. കുന്നത്തുനാട് LDFന്റെ ഒരു മണ്ഡലമായിട്ട് നമുക്ക് കരുതാം. അവിടെ ഇപ്പം PV ശ്രീനിജൻ CPMന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,700-ൽ പരം വോട്ടിനാണ് ജയിച്ചത്. അവിടെ പിന്നീട് 2020 സൂക്ഷിക്കണം. അവിടെ 2020 41,000 വോട്ട് പിടിച്ചു, അതായത് 27.64. അതിന് പിന്നിലാണ് BJP വെറും 4.66% വോട്ട്, 7,000 വോട്ടേ കുന്നത്താട് കിട്ടിയുള്ളൂ. അപ്പോൾ കുന്നത്തനാട്ടിൽ 2020 3ാം സ്ഥാനത്ത് വന്നു, LDF UDFനും പിന്നിൽ. അതുപോലെ ഈ പറയുന്ന പെരുമ്പാവൂരിലും 2020 മത്സരിച്ച രണ്ടിടത്തും കൂടി അവർ 55,000-ഓളം വോട്ടുകൾ അവർ നേടിയിട്ടുണ്ട് ഈ മണ്ഡലങ്ങളിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇക്കുറി 2020 1,00,000 വോട്ട് നേടുമോ ചാലക്കുടി ലോക്സഭാ സീറ്റ് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ തന്നെ പറയാം. പഴയ ഇമേജ് 2020 ഇല്ല. സൗവൻ ജേക്കബിനെ കുറിച്ചുള്ള പരാതികൾ, പിന്നെ ഇലക്ട്രൽ ബോണ്ട് വിഷയം, BJPക്കും തെലങ്കാന ഭരിക്കുന്ന ഭരണകക്ഷിക്കും പിന്നെ ഇലക്ട്രൽ ബോണ്ട് വഴി ഇത്രയും കോടി രൂപ അദ്ദേഹം കൊടുത്തത്, അതിൻ്റെ കണക്കുകളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ വഴി കോടതി വിധി പ്രകാരം പുറത്തു വന്നു. അപ്പോൾ സൗവൻ ജേക്കബിൻ്റെ 2020യുടെ ഇമേജ് ഒന്ന് ഇടിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇത്തരം കാര്യങ്ങളിലൂടെ. അതുകൊണ്ട് 2020 ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ നിലനിർത്തുമോ എന്ന് ഇപ്പം നമുക്ക് പറയാൻ പ്രയാസമാണ്, കാരണം സാധ്യത കുറവാണ്. അപ്പോൾ പക്ഷെ ഞങ്ങൾ കാണുന്നൊരു സാധ്യത, ഇപ്പോൾ BJPയുടെ വോട്ട് നില അവർ 1.5 ലക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ തവണ നേടിയതിൽ നിന്ന് 2 ലക്ഷത്തിലേക്ക് അവർ എത്തിച്ചാൽ, അതേപോലെ 2020 55,000 നേടിയ വോട്ടിൽ നിന്ന് അതൊരു വർദ്ധിപ്പിച്ചാൽ, 75,000 1 ലക്ഷം വർദ്ധിപ്പിച്ചാൽ, അത്രയും വോട്ടുകൾ അങ്ങനെ മാറിപ്പോവുകയാണെങ്കിൽ ആ വോട്ടുകൾ ബെന്നി ബെഹനാനിന് നഷ്ടപ്പെടുന്ന വോട്ടുകളായിരിക്കും, LDFന് നഷ്ടപ്പെടത്തില്ല. ബെന്നി ബെഹനാനാണ് അതിനകത്ത് BJPയോ അപ്പോൾ BJP സ്ഥാനാർത്ഥിയോ 2020 സ്ഥാനാർത്ഥിയോ കൂടുതൽ വോട്ട് നേടിയാൽ, ചാർലി പോളോ ഉണ്ണികൃഷ്ണൻ നേടിയാൽ അതിന് നഷ്ടം സംഭവിക്കുക ബെന്നി ബെഹനാനായിരിക്കും. അപ്പം ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം തന്നെ ഗണ്യമായി കുറയുമെന്ന് നമുക്ക് അപ്പം തന്നെ ഊഹിക്കാം. പിന്നെ ഇപ്പോഴത്തെ മത്സരത്തിൽ ഏറ്റവും പ്രമുഖനായ സ്ഥാനാർത്ഥി ആരാണ്? അത് C രവീന്ദ്രനാഥ് തന്നെയാണ്. സ്ഥാനാർത്ഥിയുടെ വ്യക്തി മികവ് നോക്കിയാൽ പേഴ്സണലി വ്യക്തിപരമായിട്ട് വോട്ട് പിടിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് C രവീന്ദ്രനാഥ്. 1ാം പിണറായി സർക്കാരിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നിട്ട് ഏറ്റവും മികവ് തെളിയിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് നേടിയ ആളാണ് C രവീന്ദ്രനാഥ്. അധ്യാപകൻ കൂടിയായ C രവീന്ദ്രനാഥ്. അദ്ദേഹമാണ് ഈ മത്സരിക്കുന്ന 4 പേരിൽ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി. അപ്പൊ അങ്ങനെ വ്യക്തിപരമായിട്ട് കൂടി C രവീന്ദ്രനാഥിന് വോട്ട് പിടിക്കാൻ പറ്റുമെങ്കിൽ LDFന് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായിട്ട് ചാലക്കുടി മാറുകയാണ്. അത് ഞങ്ങൾ നേരത്തെ പെടുത്തിയ കയ്യാലപ്പുറത്തെ തേങ്ങയിൽ തന്നെയാണ് ചാലക്കുടി. കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് ഞങ്ങൾ പറയുന്നത്, ഈ തേങ്ങ ആരെടുക്കുമെന്ന് ചോദിച്ചാൽ അതെടുക്കാനുള്ള ഒരു പവർ, ഒരു ആംബിയർ C രവീന്ദ്രനാഥ് എന്ന LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ട്. പിന്നെ വോട്ടിംഗ് പാറ്റേണിലൂടെ ഇങ്ങനെയൊക്കെ നടന്നു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ LDFന് കിട്ടാവുന്നൊരു സീറ്റായിട്ട് ചാലക്കുടി മാറും. ബെന്നി ബെഹ്നാന് വീണ്ടും ജയിച്ചു വരാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ കോൺഗ്രസിന് പഴയ ഇമേജ് ഒന്നും ഇപ്പം ഇല്ല. ഇതാണ് ചാലക്കുടിയുടെ പൊതുവായ സാഹചര്യം എന്ന്